മണ്ണാർക്കാട് തച്ചമ്പാറ ഗ്രാമപഞ്ചായത്തിൽ നിർണായകമായ ഉപതെരഞ്ഞെടുപ്പിൽ യു.ഡി.എഫിന് മിന്നും ജയം. എൽ.ഡി.എഫ് കുത്തകയായിരുന്ന 4-ാം വാർഡ് യു.ഡി.എഫ് പിടിച്ചെടുത്തു. ഇതോടെ 15-അംഗ ഭരണസമിതിയിൽ യു.ഡി.എഫിന് ഭൂരിപക്ഷമായി. ആകെ പോൾ ചെയ്ത 976 വോട്ടിൽ യു.ഡി.എഫിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥി അലി തേക്കത്തിന് 452 വോട്ടും CPIയിലെ ചാണ്ടി തുണ്ടുമണ്ണിലിന് 454ഉം ബി.ജെ.പിയിലെ രവീന്ദ്രൻ ചാന്തുരുത്തിക്ക് 40 വോട്ടുമാണ് ലഭിച്ചത്. ഇതോടെ 15-അംഗ ഭരണസമിതിയിൽ യു.ഡി.എഫിന് 8ഉം എൽ.ഡി.എഫിന് 7ഉം അംഗങ്ങളായി. ഭൂരിപക്ഷം നഷ്ടപ്പെട്ട എൽ.ഡി.എഫ് രാജിവെക്കണമെന്ന് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് റിയാസ് തച്ചമ്പാറ പറഞ്ഞു. ഈ തെരഞ്ഞെടുപ്പ് വിജയം ഈ നാട്ടിലെ സാധാരണക്കാരായ ആളുകളുടെ വിജയമാണ്. 2, പെട്ടെന്ന് കൂട്ടിയ ഈ വൈദ്യുതി വർധവിനെതിരെയുള്ള ഈ തെരഞ്ഞെടുപ്പിന്റെ വിധിയാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ വിധി. 28 വോട്ടിന്റെ ഭൂരിപക്ഷത്തോടുകൂടി CPMന്റെ കുത്തക വാർഡ്, LDFന്റെ കുത്തക വാർഡാണ് UDF പിടിച്ചെടുത്തിരിക്കുന്നത്. ഇനി ഇത് ഈ കേരളം ഭരിക്കുന്ന LDF സർക്കാരിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മുഖത്തേറ്റ കനത്ത അടിയാണ് ഈ തെരഞ്ഞെടുപ്പ് വിജയം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് പഞ്ചായത്തിന്റെ ഭരണം ഈ പഞ്ചായത്ത് പ്രസിഡന്റ് രാജിവെച്ച് പോണെന്നൊന്നും പറയുന്നില്ല. വേണമെങ്കിൽ പോകാം, ഇല്ലെങ്കിൽ അടുത്ത ദിവസം തന്നെ കുറ്റിച്ചോലെടുത്ത് അടിച്ചിറക്കുന്നതാണ്. തുടർന്ന് UDF പ്രവർത്തകർ ടൗണിൽ പ്രകടനം നടത്തി. വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളിലെ യു.ഡി.എഫിന്റെ വിജയത്തിന്റെ ആദ്യപടിയാണ് ഈ വിജയമെന്ന് വിജയിച്ച അലി തേക്കത്ത് പറഞ്ഞു. 4-ാം വാർഡിലെ തെരഞ്ഞെടുപ്പ് ജനങ്ങളുടെ മേലിൽ, തച്ചമ്പാറ ഗ്രാമപഞ്ചായത്തിലെ ജനങ്ങളുടെ മേലിൽ അടിച്ചേൽപ്പിച്ച ഒരു തെരഞ്ഞെടുപ്പാണ് ഇപ്പോൾ നടന്നത്. കാരണം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 9 സീറ്റ് ഇടതുപക്ഷത്തിനും 6 സീറ്റ് UDFനും കിട്ടിയതാണ്. അപ്പോൾ മഹാഭൂരിപക്ഷത്തിൽ അന്ന് അവരെ കയറ്റി അവരുടെ തമ്മിൽ തല്ലും കൊള്ളരുതായ്മയും ജനങ്ങളുടെ ഇടയിലുള്ള അവരുടെ സ്വന്തം ദൂർത്തടിക്കലും എല്ലാം അതിന്റെ ഒരു പരാജയമാണ് ഇപ്പോൾ ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. ഞാൻ ഒരു കാര്യം പറയാം, 4-ാം വാർഡിലെ ജനങ്ങളുടെ പ്രശ്നങ്ങളായാലും ഞാൻ ഇന്നു മുതൽ 28 വോട്ടിന് ജയിച്ച വരുന്ന തിരഞ്ഞെടുപ്പിന്റെ ഒരു മുന്നോടിയായി കൂടിയാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ വിജയം എന്ന് വിശ്വസിക്കുന്നു. അതുകൊണ്ട് ഞാൻ പറയുന്നു, 4-ാം വാർഡിലെ ജനങ്ങൾക്ക് മുഴുവൻ എല്ലാവിധ നന്ദിയും അകമഴിഞ്ഞ ആശംസകളും അഭിവാദ്യങ്ങളും അർപ്പിക്കും. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 102 വോട്ട് ലഭിച്ച ബി.ജെ.പിയുടെ 40 കുറഞ്ഞത് ഇരുമുന്നണികളും ആരോപണമായി ഉന്നയിച്ചു. 4-ാം വാർഡ് CPI അംഗമായിരുന്ന ജോർജ് തച്ചമ്പാറ രാജിവെച്ച ഒഴിവിലായിരുന്നു ഉപതെരഞ്ഞെടുപ്പ്. നിങ്ങളുടെ നിക്ഷേപങ്ങൾക്ക് UGS ഗ്രൂപ്പ് നൽകുന്നു അതിവേഗ വളർച്ച. UGS ഗ്രൂപ്പ്, സ്വപ്നങ്ങൾക്ക് വിശ്വാസത്തിന്റെ കയ്യൊപ്പ്.